ഷൈൻ ടോം ചാക്കോയും മഹിമ നമ്പ്യാരും പങ്കെടുത്ത ഒരു ഇൻ്റർവ്യൂ ആണ്. ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ഒരു FM ചാനലിലാണ്, ഏതോ സിനിമയുടെ പ്രൊമോഷനായിട്ട് വന്നതാണ്. അപ്പോൾ അവർ ചോദിക്കുന്നത് ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ്. ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ? ഭൂമി ജപ്പാൻ ഈ ഏറ്റത്തല്ലേ, അമേരിക്ക ഈ ഏറ്റത്ത്. അപ്പൊ ഇത് ഗ്ലോബ് ആണെങ്കിൽ ഇവർ അടുത്ത രാജ്യങ്ങളായ എന്തുകൊണ്ടാണ് അമേരിക്കയിൽ നിന്ന് ജപ്പാനിലേക്ക് ഫ്ലൈറ്റ് ഒന്നും ഓടിക്കുന്നില്ല? ഇത്രയും കാലമായിട്ട് ചന്ദ്രനിലേക്ക് ആയതുകൊണ്ട് മനുഷ്യർ അമേരിക്കയ്ക്ക് അയക്കാമെങ്കിൽ തൊട്ടടുത്ത രാജ്യമായിട്ട് വരുന്ന ജപ്പാനിലേക്ക് ഇവർക്ക് എന്തുകൊണ്ട് ഒരു ഫ്ലൈറ്റ് ഓടിക്കാൻ പറ്റുന്നില്ല? അപ്പോൾ ഷൈൻ ഇതിനു മുമ്പും ഭൂമി പരന്നതാണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ടായിരിക്കണം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ മഹിമ ഭൂമി ഉരുണ്ടതാണെന്ന് സ്ഥാപിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഷൈൻ അതിനെയെല്ലാം നിഷേധിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ്. ഷൈൻ ഓരോ ആർഗ്യുമെൻറ്റുകളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി പരന്നതാണ് എന്നല്ല പുള്ളി പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു 2 ഡയമെൻഷണൽ മാപ്പ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മെർക്കാറ്റർ മാപ്പ് എന്ന് പറയുന്ന സാധാരണ മാപ്പ് എടുത്ത് വെച്ചതിന് ശേഷം ഒരു സൈഡിൽ ജപ്പാനും ഒരു സൈഡിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും കാണുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ അടുത്തടുത്തല്ലേ? പക്ഷേ എന്തുകൊണ്ട് ഇന്നും ജപ്പാനിൽ നിന്ന് US പ്ലെയിനുകളില്ല എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വലിയ കടലായതുകൊണ്ടായിരിക്കാം, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ പോയി എന്ന് അവകാശപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ ഒരു ഫ്ലൈറ്റ് ഇല്ലാത്തതെന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അത് ഭൂമി പരന്നതാണ് അല്ലെങ്കിൽ പരന്ന ഭൂമിയിൽ അത് സാധിക്കില്ല എന്നുള്ള ഒരു അസംഷനിലാണ് ഷൈൻ അത് പറയുന്നത്. ഇത് ഷൈനെ ഡീബങ്ക് ചെയ്യുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് നമ്മുടെ അടുത്ത് ഒരാൾ വന്നിട്ട് ഭൂമി പരന്നതാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഈ ഉദാഹരണം ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് ജപ്പാനിൽ നിന്ന് US ഫ്ലൈറ്റ് ഇല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തുകൊണ്ട് പറക്കുന്നില്ല എന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ഉത്തരം പറയും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭൂമി ഉരുണ്ടതാണ്. അതായതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബിനകത്തുള്ള ഒരു ഗ്ലോബ് നമ്മൾ കയ്യിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജപ്പാൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫർദർ ഈസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കാണാൻ പറ്റും. അവിടെയുള്ള സാൻ ഫ്രാൻസിസ്കോ ആയാലും ന്യൂയോർക്ക് ആയാലും എല്ലാം കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഒരു മഹാസമുദ്രമുണ്ട്, അല്ലെങ്കിൽ നോർത്ത് പസഫിക് ഓഷൻ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഒരു ഐലൻഡൊക്കെ ഉണ്ട്, ഹോണലുലു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, നമുക്ക് ആ ജിയോഗ്രഫിയെ പറ്റി ഒരു ധാരണയുണ്ട്. പക്ഷേ മാപ്പിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ഒരു ഗ്ലോബ് എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ ഓബ്ജക്റ്റാണ്, ഒരു സ്ഫിയറാണ്. പക്ഷേ ഒരു 2 ഡയമെൻഷണൽ മാപ്പിലേക്ക് മാറ്റുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ഒരു ഗ്ലോബിനെ നമ്മൾ ഏത് തരത്തിലാണ് 2 ഡയമെൻഷണൽ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ട് പല കാര്യങ്ങളും മാറുമെന്നുള്ളതാണ് സത്യം. ഒരു 2 ഡയമെൻഷനലായിട്ടുള്ള നമ്മൾ സാധാരണ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള മെർക്കാറ്റർ മാപ്പ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മെർക്കാറ്റർ പ്രൊജക്ഷൻ എന്ന് പറയുന്ന രീതി എടുത്ത് നോക്കാം. അതായത് നമ്മൾ 2 തരം ലൈൻസ് ഒരു ഗ്ലോബിൽ പഠിച്ചിട്ടുണ്ട്, ലോഞ്ചിറ്റ്യൂഡും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡും. നമ്മൾ സാധാരണ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ഇക്വേറ്ററിനോട് ചേർന്ന് മുകളിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് പോളിലേക്ക് പോകുമ്പോഴത്തേക്കും ഓരോ ലാറ്റിറ്റ്യൂഡ് കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ആർട്ടിക് സർക്കിളും അന്റാർട്ടിക് സർക്കിളിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നോർത്തേൺ ലാറ്റിറ്റ്യൂഡിലേക്ക് മുകളിലേക്ക് പോയി അങ്ങറ്റം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പോൾ വരെ പോവാം. അതുപോലെ സതേൺ ലാറ്റിറ്റ്യൂഡ് വഴി പോവുകയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് പോയി സൗത്ത് പോൾ വരെ പോവാം. ഇതാണ് അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. താഴെ മുകളിൽ നിന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല, നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് നോർത്തേൺ ഹെമിസ്ഫിയർ സതേൺ ഹെമിസ്ഫിയറായി തിരിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ പോയിന്റിൽ നിന്ന് ഒരു ഗ്ലോബ് അല്ലെങ്കിൽ ഒരു സ്ഫിയർ ആയിട്ടിരിക്കുന്ന ഒരു സാധനത്തിനെ ഒരു 2 ഡയമെൻഷനിൽ ഒരു സിലിണ്ടറിക്കലായിട്ടുള്ള ഒരു ഷേപ്പിലേക്ക് മാറ്റുന്ന ഒരു പ്രൊജക്ഷനാണ് നമ്മൾ സാധാരണ കാണാറ്. ആ പ്രൊജക്ഷന് ധാരാളം ഡിസ്റ്റോർഷൻസ് സംഭവിക്കാറുണ്ടെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇത് പണ്ട് കാലത്ത് സെയിലേഴ്സ് അവരുടെ നാവിഗേഷന് സൗകര്യമായിരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു 2 ഡയമെൻഷണൽ പ്രൊജക്ഷനാണ് നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും പാരലൽ ലൈൻസ് ആയിട്ട് കാണാൻ പറ്റും. മാത്രമല്ല അതിനകത്ത് ഓരോ ഭാഗങ്ങളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് കറക്റ്റ് 90 ഡിഗ്രി നമുക്ക് കാണാനും പറ്റും എന്നുള്ളതാണ്. അപ്പം ഒരു കോമ്പസ് വെച്ച് നാവിഗേറ്റ് ചെയ്യുന്ന ഒരു രീതിയെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ ആ ഡിറക്ഷൻ മാറ്റി പിടിക്കേണ്ടി വരില്ല. അപ്പോൾ അവർ ആഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവർ ആ എത്ര ഡിഗ്രി ഈസ്റ്റിലോട്ടാണ് ട്രാവൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സൗത്തിലോട്ടാണ് ട്രാവൽ ചെയ്യേണ്ടതെന്നുള്ളത് മാത്രം അവർക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് നമ്മുടെ ഈ മെർക്കാറ്റർ പ്രൊജക്ഷൻ എന്നുള്ളത് കൊണ്ടാണ് അവർ ഉപയോഗിച്ചത്. ഇത് മാത്രമല്ലാതെ ഈ ഗ്ലോബിനെ അല്ലെങ്കിൽ സ്പിയറിനെ നമുക്ക് 3 ഡയമെൻഷനലായിട്ട് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന പല രീതിയുണ്ട്. പല രീതിയിലും പലതരം ഡിസ്റ്റോർഷനാണ് സംഭവിക്കാറ് ഉള്ളത് എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഫ്ലാറ്റ് എർത്തേഴ്സ് എപ്പോഴും കാണിക്കുന്ന ഒരു മാപ്പുണ്ട്. അത് സയൻറ്റിഫിക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻറ്റിഫിക് പർപ്പസിനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാപ്പ് തന്നെയാണത്. അതിൻ്റെ പേര് അസിമൂത്തൽ ഇക്വിഡിസ്റ്റൻറ്റ് പ്രൊജക്ഷൻ എന്ന് പറയുന്ന മറ്റൊരു മെത്തേഡാണ്. അതായത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോൾ ചുറ്റിനും വരത്തക്ക രീതിയിൽ വരയ്ക്കുന്ന ഒരു തരം മാപ്പാണ്.
സയൻറ്റിഫിക്കലി ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാത്തമാറ്റിക്കലി നമ്മൾ വരച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വട്ടത്തിലുള്ളൊരു മാപ്പ് നിങ്ങൾക്ക് കിട്ടും. നടുക്ക് നോർത്ത് പോളും സൗത്ത് പോള് അതിൻ്റെ എഡ്ജസിലായിട്ട് വരികയും ചെയ്യും. ഓരോ പർപ്പസിന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓരോ തരം മാപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോലെയുള്ള പർപ്പസിന് കൂടുതലും പ്രിഫർ ചെയ്യുന്ന ഒരു ടൈപ്പ് മാപ്പാണ് ഈ അസിമുതൽ ഇക്വിഡിസ്റ്റൻറ്റ് മാപ്പ് എന്ന് പറയുന്ന രീതി. പക്ഷേ ഫ്ലാറ്റ് എർത്തേഴ്സിൻ്റെ ആ മോഡൽ വെച്ചിട്ട് അല്ലെങ്കിൽ അവർ 2 പോയിൻറ്റുകളെ വരച്ച് കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് വരച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ പറയുന്ന മാപ്പിനകത്ത് ഉണ്ട്. അങ്ങനെയല്ല അത് വരയ്ക്കേണ്ടതെന്നുള്ളതാണ്. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു ഗ്ലോബിനകത്ത് ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. 2 പോയിൻറ്റുകൾ തമ്മിൽ ഇപ്പോൾ ടോക്കിയോയും സാൻ ഫ്രാൻസിസ്കോ എടുക്കാം. അത് 2 പോയിൻ്റാണ്, ഗ്ലോബിനകത്തുള്ള 2 പോയിൻ്റാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഷോർട്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും അറിയാം. ഷോർട്ട് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, ഒരു നേർരേഖയാണ്. അപ്പോൾ ഒരു ഗ്ലോബിനകത്ത് എങ്ങനെയായിരിക്കും? ഗ്ലോബിനകത്ത് എപ്പോഴും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വരുന്നത് ഗ്രേറ്റ് സർക്കിൾസ് വഴിയാണ് എന്നാണ് പറയുക. എന്താണ് ഗ്രേറ്റ് സർക്കിൾ? ഇപ്പോൾ ഇക്വേറ്റർ ഒരു ഗ്രേറ്റ് സർക്കിളാണ്. അതായത് ഒരു ഗോളത്തെ എടുത്തു കഴിഞ്ഞാൽ അതിനെ പകുതിയായി മുറിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വരയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വൃത്തം, അതിനെയാണ് ഗ്രേറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഈ ഗ്ലോബിനെ പല രീതിയിലും നമുക്ക് മുറിക്കാൻ പറ്റും. അതെല്ലാം ഗ്രേറ്റ് സർക്കിൾസാണ്. അപ്പോൾ എയർ ട്രാഫിക് കൺട്രോളർ പറയുന്ന അല്ലെങ്കിൽ ഏവിയേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യത്തിനും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു സ്പിറിക്കലായിട്ടുള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ ഗ്രേറ്റ് സർക്കിളാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ടോക്കിയോയിൽ നിന്ന് ഇപ്പോൾ US സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകാനുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ജിയോഡെസിക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ അവിടെ നിന്നുള്ള ഗ്രേറ്റ് സർക്കിളാണെന്നുള്ളതാണ്. എന്നാൽ പ്ലെയിനുകൾ എപ്പോഴും ഗ്രേറ്റ് സർക്കിൾ വഴി തന്നെ പോകണം എന്ന് നിർബന്ധമില്ല. അതിന് കാരണങ്ങൾ പലതാണ്. ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏവിയേഷൻ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്, അതൊരു ഹ്യൂജ് ബിസിനസ്സാണ്. അപ്പോൾ നമുക്ക് ഫ്യൂവൽ സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ഒരു കാറാണെന്നുണ്ടെങ്കിൽ ഒരു ഇറക്കം ഇറങ്ങുന്ന സമയത്ത് ഫ്യൂവൽ കുറച്ചേ എടുക്കുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ തന്നെ പല ജെറ്റ് സ്ട്രീമുകൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതായത് എയർ പ്രഷറിനകത്തുള്ള വ്യത്യാസമാണ്. അത് കരയിലാണ് അത് കൂടുതലുണ്ടാവുക. കടലിൻ്റെ അവിടെ കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. കാര്യം വെള്ളത്തിൻ്റെ തെർമൽ കണ്ടക്ഷൻ രീതിയും സ്വഭാവവും വെച്ചിട്ട് അവിടെ ഉണ്ടാകുന്ന പ്രഷർ ഡിഫറൻസ് കുറവായിരിക്കും, കരയുടെ ഭാഗത്ത് കൂടുതലായിരിക്കും. അപ്പോൾ അതിനകത്ത് ഈ ഇക്വറ്റോറിയലായിട്ടുള്ളൊരു ജെറ്റ് സ്ട്രീമുണ്ട്, പോൾസിൻ്റെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കുള്ള ഒരു ജെറ്റ് സ്ട്രീമും ഉണ്ട്. ഇപ്പോൾ ടോക്കിയോ നിന്ന് സാൻ ഫ്രാൻസിസ്കോ ഇപ്പോൾ എപ്പോഴും ജെറ്റ് സ്ട്രീം നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയുടെ കറക്കം പോലെയാണ്, വി എന്ന് പറയുന്ന പോലെ വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. അപ്പോൾ ടോക്കിയോയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ജിയോഡെസിക് എടുക്കുന്നതിനേക്കാൾ ഒരു പക്ഷേ ലാഭകരമായിരിക്കുന്നത് ഒരു ജെറ്റ് സ്ട്രീം ക്യാച്ച് ചെയ്ത് പോവുകയാണെങ്കിൽ. കാര്യം ഒരു 150 കിലോമീറ്ററിന് മുകളിൽ എയർ സ്പീഡുള്ള സ്ഥലങ്ങളാവുമ്പോൾ ഉള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിനിന് അത്രയും ഫ്യൂവൽ കുറച്ച് മതി. മാത്രമല്ല വളരെ ഫാസ്റ്റായിട്ട് പോയിൻ്റ് A ടു പോയിൻ്റ് B എത്താനും പറ്റുമെന്നുള്ളതാണ്. തിരിച്ചു വരുമ്പോഴത്തേക്കും ജെറ്റ് സ്ട്രീം അവോയ്ഡ് ചെയ്യുകയും വേണം. കാര്യം അത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, അത് ഫ്യൂവലിൻ്റെ കൺസംഷൻ കൂട്ടുക മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ജെറ്റ് സ്ട്രീം അവോയ്ഡ് ചെയ്തിട്ട് ഉള്ള ഒരു റൂട്ട് എടുക്കാം. അപ്പോൾ എപ്പോഴും ഗ്രേറ്റ് സർക്കിൾ വഴി തന്നെ പോകണമെന്നില്ല. പക്ഷേ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഗ്രേറ്റ് സർക്കിൾ ആയിരിക്കുന്നതാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് മാപ്പിൻ്റെ ഒരു രീതി മനസ്സിലാക്കാനായിട്ട് ഞാനൊരു 1-2 എക്സാമ്പിൾസ് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്ന മാപ്പ് എന്ന് പറയുന്നത് ഗ്രേറ്റ് സർക്കിൾസ് വഴി മാപ്പ് ചെയ്തിരിക്കുന്ന ഒരു മാപ്പാണ്. ഇവിടെ ടോക്കിയോയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോ വരെയുള്ള ദൂരം കാണിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഗ്ലോബിലായതുകൊണ്ട് തന്നെ ഞാൻ സ്ട്രെയിറ്റ് ലൈൻ വരത്തക്ക രീതിയിലാണ് വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മളൊരു 2 ഡയമെൻഷണൽ മാപ്പിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ആ വര വളഞ്ഞു വരുന്നത് അല്ലെങ്കിൽ ഒരു ആർക്ക് പോലെ വരുന്നത് കാണാൻ പറ്റും. തിരിച്ച് നമ്മൾ ഗ്ലോബിലേക്ക് മാറ്റുകയാണെങ്കിൽ വീണ്ടും നമുക്ക് ആ വര സ്ട്രെയിറ്റ് ആയിട്ട് തോന്നുകയും ചെയ്യും. കാര്യം ഒരു സ്പിയറിൽ എപ്പോഴും ഗ്രേറ്റ് സർക്കിൾ എന്ന് പറയുന്നത് ആണ് ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള വഴി. ഒരു 2 ഡയമെൻഷണൽ മാപ്പിലാവുമ്പോൾ അത് വളഞ്ഞായിരിക്കും കാണുക എന്നുള്ളതാണ്. അതതിൻ്റെ പ്രൊജക്ഷൻ്റെ രീതിയാണ്. ഇതാണ് പറയാനുള്ളത്. ഇനി വേറൊരു കാര്യം, ഭൂമി ഒരു പെർഫെക്റ്റ് സ്പിയർ അല്ല. ഒരു ഒബ്ലൈറ്റ് സ്പിറോയിഡ് എന്ന് പറയുന്ന മുകൾ ഭാഗം ഒന്ന് ചപ്പിയിട്ടുള്ള ഒരു ഷേപ്പാണ് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഗ്രേറ്റ് സർക്കിളുകൾ ഒരു സ്പിയറിന് എടുക്കുന്നത് പോലെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടണമെന്നില്ല. അപ്പോൾ പരന്ന ഭൂമിക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ മാപ്പ് വെച്ചിട്ട് അവർക്ക് നോക്കുമ്പോഴാണ് ഇതൊക്കെ വലിയ ഡിസ്റ്റൻസ് ആയിട്ട് തോന്നുന്നത്. മാത്രമല്ല 2 ഡയമെൻഷണൽ മാപ്പിനെ നമ്മൾ വയ്ക്കുമ്പോൾ ഒരു സൈഡിൽ US അപ്പുറത്ത് ജപ്പാനും വെച്ച് കഴിഞ്ഞാൽ അവർ തൊട്ടടുത്താണെന്ന് തോന്നുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഫ്ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ് ഏതാണ്ട് 8500 കിലോമീറ്ററിൽ കൂടുതലുണ്ട് എന്നുള്ളതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു കാര്യം. ഇനി എങ്ങനെയാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മെർക്കാറ്റർ മാപ്പിനകത്ത് ഓരോരോ രാജ്യങ്ങളും സൈസിൽ തെറ്റിക്കിടക്കുന്നത് എന്നുള്ളത് മനസ്സിലായി. ഞാൻ പറഞ്ഞല്ലോ ഓരോ 2 ഡയമെൻഷണൽ പ്രൊജക്ഷൻ രീതിക്കും ഓരോ തരത്തിലായിരിക്കും ഡിസ്റ്റോർഷൻ. അപ്പോൾ ഇതിനകത്ത് കാണുന്നത് ഇപ്പോൾ സാധാരണ ഒരു മെർക്കാറ്റർ പ്രൊജക്ഷൻ്റെ ഒരു മാപ്പ് എടുത്തിട്ട് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ ഗ്രീൻലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലം നിങ്ങൾക്ക് അറിയായിരിക്കും, നോർത്ത്
പോളിനോട് അടുത്തുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സിലാവുമ്പോൾ ഡിസ്റ്റോർഷൻ കൂടുതൽ വരുമെന്നുള്ളതാണ് ഈ മെർക്കാറ്റർ പ്രൊജക്ഷൻ്റെ ഒരു പ്രശ്നം. സദേൺ ഹെമിസ്ഫിയറിലോട്ട് സദേൺ സൈഡിലോട്ട് പോയി കഴിഞ്ഞാലും അതുപോലെ തന്നെ ലാറ്റിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഡിസ്റ്റോർഷൻ കൂടുതൽ വരും. അപ്പോൾ ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മെർക്കാറ്റർ പ്രൊജക്ഷനിൽ നോക്കുമ്പോഴത്തേക്കും ഇന്ത്യയേക്കാൾ വളരെ വലുതാണ് ഗ്രീൻലാൻഡ് എന്നുള്ളത് കാണാൻ പറ്റും. പക്ഷേ ഗ്രീൻലാൻഡിൻ്റെ ആക്ച്വൽ സൈസ് എടുത്തിട്ട് നമ്മൾ ഇന്ത്യയുടെ അവിടെ കൊണ്ട് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ, ഇന്ത്യയേക്കാൾ ഏരിയയിൽ ചെറുതായിട്ട് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ത്യയോളം ഏരിയ ഉള്ളതായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ഗ്രീൻലാൻഡ് ഇരുന്ന സ്ഥലത്ത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആഫ്രിക്കൻ ഭൂഖണ്ഡമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള സൈസായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ ഗ്രീൻലാൻഡിനെ തന്നെ കൊണ്ട് നമ്മൾ ആഫ്രിക്കയിൽ കൊണ്ടുവയ്ക്കുകയാണെങ്കിലോ അത് ഏതാണ്ട് 14 മാത്രമേ സൈസുള്ളൂ, അല്ലെങ്കിൽ ടോട്ടൽ ഏരിയ ഉള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഷേപ്പിനകത്ത് വലിയ വ്യത്യാസമൊന്നും വന്നില്ലെങ്കിലും അതാണ് മെർക്കാറ്റർ പ്രൊജക്ഷൻ്റെ ഒരു ഗുണം. ഷേപ്പിനകത്ത് വലിയ വ്യത്യാസം വരില്ല, പക്ഷേ ഏരിയയിലും അതുപോലെ തന്നെ മുകളിലേക്ക് പോകുമ്പോൾ ഡിസ്റ്റോർഷനും കൂടും എന്നുള്ളതാണ്. ഈ മാപ്പ് കണ്ട് ശീലിച്ചതുകൊണ്ടാണ്, ഈ ഫ്ലാറ്റ് ആയിട്ടുള്ള മാപ്പ് കണ്ട് ശീലിച്ചതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ വരുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള സത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ടോക്കിയോയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ അല്ലെങ്കിൽ US നിന്ന് ജപ്പാനിലേക്ക് ആരും പറക്കാറില്ല എന്ന് പറയുകയാണെങ്കിൽ തെറ്റാണ്. ടോക്കിയോയിൽ നിന്ന് സാൻ ഫ്രാൻസിസ്കോ ഒക്കെ ആയിട്ട് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ തന്നെയുണ്ട്. ജപ്പാൻ എയർലൈൻസ് നോൺ സ്റ്റോപ്പായിട്ട് ചെയ്യുന്ന ഫ്ലൈറ്റുകളുണ്ട്. നോർത്ത് പസഫിക് ഓഷൻ വഴി പറക്കുന്ന ഫ്ലൈറ്റുകൾ ധാരാളമുണ്ട്. അപ്പോൾ അത് നടക്കാത്ത കാര്യമൊന്നുമല്ല. പക്ഷേ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര അടുത്തുള്ള ഡിസ്റ്റൻസ് അല്ല, ഏതാണ്ട് 8500 കിലോമീറ്ററോളം വരും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ലോങ്ങസ്റ്റ് ഫ്ലൈറ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പക്ഷേ സൗത്ത് അമേരിക്ക മുതൽ ചൈന വരെയോ ഒക്കെ ഉള്ള വലിയ ഫ്ലൈറ്റുകളായിരിക്കും. അത് അങ്ങനെ ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് എയർക്രാഫ്റ്റ്സിന് വരെ സാധാരണഗതിയിൽ ഒരു 9000-9500 കിലോമീറ്റർ വരെയൊക്കെ ഫ്ലൈ ചെയ്യാനുള്ള ഫ്യൂവൽ ക്യാരിയിങ് കപ്പാസിറ്റിയാണ്. അതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഇറങ്ങിയേ പറ്റുള്ളൂ. ഇപ്പോൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഡിപ്പ് എന്ന് പറയുന്നത് അത് അത്രത്തോളം ചിലവുള്ളതായിട്ട് പലപ്പോഴും ലേ ഓവർ കഴിഞ്ഞിട്ടുള്ള ഫ്ലൈറ്റുകളായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ 8500 കിലോമീറ്റർ എന്ന് പറയുന്നത് വളരെ വലിയ ഡിസ്റ്റൻസാണ്. അതുകൊണ്ടാണ് അത് സമയമെടുക്കുന്നതും 10-14 മണിക്കൂറെങ്കിലും എടുക്കേണ്ടി വരും. അതിനോടൊപ്പം തന്നെ അതിൻ്റെ ഷോർട്ടസ്റ്റ് പാത്ത് എന്ന് പറയുന്നത് ഒരു ഉരുണ്ട ഭൂമിയിൽ എടുക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന ഫ്ലൈറ്റ് പാത്തുകളെല്ലാം പോകുന്നത് എന്നും കൂടി ആലോചിക്കുക. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാര്യം ഷൈൻ ടോമിനെ ഡീബങ്ക് ചെയ്യുന്നതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളോട് ആരെങ്കിലും ഭൂമി പരന്നതാണ് എന്ന് പറഞ്ഞ് ഈ വാദം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നു എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം. അതുവരെ ബൈ.